ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. പൊതിമീൻ, കരിമീൻ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുക. അപ്പോൾ കരിമീൻ വെച്ചിട്ടുള്ള പൊതിമീൻ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ നമുക്കപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണിൽ നോട്ടിഫിക്കേഷൻ വേണ്ടി ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണേ. ഇതിലേക്ക് വേണ്ടി ഞാൻ 2 മീൻ എടുത്തിട്ടുണ്ട്. കരിമീനിൻ്റെ കഥയെ പോലെയാണ് ഈ മീൻ, പക്ഷേ ഒറിജിനൽ കരിമീനല്ല. ഇതിനിവിടെ സിലോഫി എന്നൊക്കെയാണ് പറയാറ്. ഇനി ഇതൊന്ന് മസാല പുരട്ടിയെടുക്കണം. അതിനുവേണ്ടി 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുകയാണ്. ഇനി ഈ മസാല നമ്മുടെ മീനിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മീൻ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഇനി ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുകയാണ്. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു സവാള വലുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്ന് വന്നാൽ ഇതിലേക്ക് ഒരു തക്കാളിയും ഒരു പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നീട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. 2 മിനിറ്റിന് ശേഷം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്യാമറ ഓഫ് ആയതുകൊണ്ട് കിട്ടിയിട്ടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കിയിട്ട് മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി നെരിഞ്ഞ് മീൻ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഞാൻ വാഴയില എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് വാട്ടിയെടുത്തിട്ടുണ്ട്. വാട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചൂട് തട്ടിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. അതിന് മുകളിലൂടെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള മീനും കൂടി വെച്ച് കൊടുത്തിട്ട് ഈ വാഴയില ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. 4 സൈഡും വാഴയില ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു വാഴൻ്റെ നാര് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുകയാണ്. ഒരു ലെയർ വാഴയില തന്നെ മതി കേട്ടോ ഇതൊന്ന് കവർ ചെയ്തെടുക്കാൻ. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറയാം. വാഴയില എടുക്കുക, അതിന് ഉള്ളിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മീൻ ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് 4 സൈഡും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ 2 പൊതികളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും ഇതുപോലെ വാഴനാര് വെച്ചിട്ട് തന്നെയാണ് കെട്ടിക്കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ വാഴൻ്റെ ഇല ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് ഈ ഒരു പൊതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ചൂട് തട്ടിച്ചെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാട്ടോ നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിത് ഫ്രൈ പാനിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് കാണുന്നവർ എന്തായാലും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ വാഴയിലയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൽ നിന്നും എണ്ണയൊക്കെ ഇറങ്ങിയിട്ടുണ്ടാകും. അത് കാരണം നമ്മുടെ മീൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ ഇതാണ് പൊതിമീൻ എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് മീൻ. കാണുമ്പോൾ തന്നെ മനസ്സിലാകും എണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ ടൈപ്പ് മീൻ കിട്ടിയിട്ടില്ലെങ്കിൽ അയല, കോര ഇവയൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് തന്നെയാണ് എല്ലാതും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റും ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്